നമ്മളിൽ ജോലികൾ നോക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇത്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് ജോലി പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ പറയുന്നുണ്ട്. ആ കോൺസെപ്റ്റിന്റെ പേരാണ് ഐഫ സ്കിൽ അക്കാദമി. ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ആക്ച്വലി ഇത് FFSയുമായി ചേർന്നിട്ട് ഗവൺമെന്റ് അതോറിറ്റിയാണ്. ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് 3 മാസം കൊണ്ട്, അതായത് 450 മണിക്കൂർ കൊണ്ട് ഫർണിച്ചർ ഫിറ്റിംഗ് സ്കില്ല്, പഴയ കാർപ്പൻട്രി എന്ന് പറയുന്നത് മാറിയിട്ട് മോഡുലാർ ഫർണിച്ചർ രംഗത്ത് ഫർണിച്ചർ ഫിറ്റിംഗ് സ്കില്ല് ആർജിച്ചെടുപ്പിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല 90 ദിവസം കൊണ്ട് ഇവർക്ക് ലെവൽ 3 ഈ 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇല്ലേ, അതായത് ഡിപ്ലോമ ഒക്കെ എടുക്കുമ്പോൾ ITC എന്നൊക്കെ കിട്ടുന്നത് അവർക്ക് ലെവൽ 2 ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ലെവൽ 3 സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇന്റർനാഷണലി ഇത് അപ്രൂവ്ഡ് ആണ്, ഗ്ലോബലി അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആധുനിക മിഷണറീസിന്റെ എക്സ്പീരിയൻസും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത് അവിടെ? പഠിപ്പിക്കുന്നത് ഈ ഓട്ടോകാർഡ് മുതല് ഡിസൈനിങ് മുതൽ ഈ ഫിനിഷിംഗ് വർക്ക് വരെയുള്ള ഈ മോഡുലാർ വർക്കുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തിയറി എന്ന് പറയുമ്പോൾ അതിൽ ഓട്ടോകാർഡ് വന്നു, ഡിസൈൻ കാര്യങ്ങൾ വന്നു, അത് എന്നിട്ട് നേരെ പ്രാക്ടിക്കലായിട്ട് ഇവിടെയുള്ള ഈ പിള്ളേരൊക്കെ ചെയ്യുന്നത് പോലെ കറക്റ്റ് ചെയ്യാൻ പറ്റും. വലിയ മെഷീനറീസ് ഉപയോഗിച്ച് ഫർണിച്ചർ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഇവരൊക്കെ നാട്ടിലേക്ക് അയക്കുന്ന സാലറി എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ബാങ്കിലോ നോക്കി അറിയാൻ പറ്റും. അത്രയും പൈസയാണ് പുറത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ ഒരു ജോലി സംബന്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ ഹബീബ് ക സ്ഥിരം വീഡിയോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടാൻ എനിക്ക് പേടിയാണ്, ആളുകളെ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കുട്ടികൾക്ക് സൗകര്യമായി നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, പ്ലേസ്മെന്റ് ഉണ്ട്. അതാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. അല്ലെങ്കിൽ എത്ര രൂപയാണ് ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ? എങ്ങനെയായാലും 1 ലക്ഷം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് കിട്ടണമെങ്കിൽ. കാരണം ഒരു AC ഹോളിൽ ഇരുന്നാണ് പഠിപ്പിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ പ്രൊമോഷൻ നടത്തുന്നത്. ടീഷർട്ട് വരെ അവരെ കൊടുക്കുന്നത് കുട്ടികൾക്ക്. നിങ്ങൾ ഐഫ സ്കിൽ അക്കാദമിയുടെ പരസ്യം ചെയ്യുമ്പോൾ എന്നെ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും ഐഫ സ്കിൽ അക്കാദമിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആയിട്ട് താങ്കളെ നിയമിക്കട്ടെ. പൈസ കിട്ടില്ല, പക്ഷെ നാടിന് വേണ്ടി ഒരു ഉപകാരം ചെയ്തു. ഓഫ് കോഴ്സ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രശ്നം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ജോലികളും, അല്ലെ? അപ്പൊ ഒരു സ്കിൽ കറക്റ്റ് വളരെ സ്റ്റേബിൾ ആയിട്ടൊരു സ്കില്ല് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിത് കൊടുക്കുന്നത് ഇതിനേക്കാളും വലിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട് എറണാകുളത്ത് ഐഫയ്ക്ക്. അവിടെ എത്ര സ്ക്വയർ ഫീറ്റിലാണ് ക്ലാസ് റൂം? ഒരു ക്ലാസ് റൂം തന്നെ ഉള്ളൂ. ഒരു കോൺഫറൻസ് ഹാളും TV ഒക്കെ വെച്ചിട്ട് ഒരു ഫെസിലിറ്റിയാണ്. വളരെ ഇതിന്റെ ഫെസിലിറ്റേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ RP എന്നൊക്കെ പറഞ്ഞത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് അവരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രമല്ല ഓണ്ടർപ്രണേഴ്സ് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതിന് മോട്ടിവേഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പൊ ഇന്റീരിയർ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും യൂസ്ഫുൾ ആണ്. അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. നമ്മള് ഡിസൈൻ മുതൽ എക്സിക്യൂഷൻ വരെ, മെറ്റീരിയൽ സെലക്ഷൻ, അത് മെഷീനറി അത് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു ഇവിടെ ഇവരൊക്കെ ജാർഗൺ ഐ നോ യു പിछले बार मिला था ना, नाम क्या? कुमार, योगेंद्र कुमार. എങ്ങനെ അറിയും? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു അലമാര ഉണ്ടാക്കുന്നത് പണ്ട് ഒരു കാർപ്പൻറ്റർ ഇരുന്ന് കുത്തി അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് അയാളുടെ ഇഷ്ടത്തിനാണ്. മാത്രമല്ല ഇതൊരു 15 ദിവസത്തെ വർക്കായിരുന്നു. ഇത് ഇവിടുന്ന് 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് അലമാരയാക്കി തീർക്കാണ് ഇവർ ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പൊ ഒക്കെ മിഷനറീസ് ഉപയോഗിച്ചിട്ടാണ്. പല, ഞാൻ അങ്ങനെ പറയുന്നുണ്ടോന്ന് വിചാരിക്കരുത്, ITC ITI പോളിടെക്നിക് പോലുള്ള സ്ഥലങ്ങളിലെ ഈ ആധുനിക മിഷനറീസ് ഇല്ല. അവര് പണ്ടത്തെ കുറച്ച് പഴയ സിലബസാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും പുതിയ സിലബസിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതിനൊക്കെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ഇതിന്റെ ഉപയോഗിക്കുന്ന സ്ക്രൂസ്, അത് ഇത് കാര്യങ്ങള്, മറ്റുള്ള ഇഞ്ചസ് ഇതിനെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒന്നോ രണ്ടോ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ എക്സ്പെർട്ടായി. പിന്നെ ഇന്റീരിയർ ചെയ്യാൻ പറ്റും, മോഡുലാർ കിച്ചൺ ചെയ്യാൻ പറ്റും. മോഡുലാർ ഫർണിച്ചറുകളുടെ ആണ് ഇപ്പോഴത്തെ മൊഡ്യൂളുകളായി ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ മൾട്ടിബാർ ഉപയോഗിക്കുക, അത് ആ ഒരു മിഷനറീസ് ഉപയോഗിക്കാൻ സാധാരണ ഒരു IT എന്ന് പഠിച്ച ആളുകൾക്ക് അറിയില്ല. ഈ ആധുനിക മെഷീൻ ഉപയോഗിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ച ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് ഈ മൾട്ടിബോറിൽ ഹോൾ ഇടാൻ പറ്റും. മിനിഫിക്സ് എന്തിനുള്ള മെഷീനാ? 2 പാർട്ടുകൾ ജോയിൻ ചെയ്യുന്നത്, ആ 2 പാർട്ടുകളും സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന് ജോയിന്റ് ചെയ്യുമ്പോൾ അത് ഉറപ്പ് വരില്ല. മൂന്നാമതൊരു പാർട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുക. അതായത് 2 ബോർഡിന്റെ പാർട്ട് കയറുമ്പോൾ വേറെ നിൽക്കുമ്പോൾ അത് നിൽക്കില്ല, സസ്റ്റൈനബിൾ അല്ലാതെ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ മിനിഫിക്സ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം വെച്ചിട്ട് അതുകൾ തമ്മിലാണ് ടൈറ്റ് ആക്കുന്നത്. ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട്. അപ്പൊ അതിന് ഹോൾ അടിക്കണമെങ്കിൽ ഇത്തരം മൾട്ടിബോർ മെഷീൻ വേണം. 3 ഹെഡ് മൾട്ടിബോർ മെഷീൻ മിനിമം വേണം. അതുപോലത്തെ ഫിറ്റിംഗ്സുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതാണ് മിനിഫിക്സ്. ഇതുകൾ വെച്ചിട്ടാണ് ടൈറ്റ് ആക്കുന്നത്.
ആ ഈ സാധനം വെച്ചിട്ട് ഈ സാധനം അപ്പോഴാണ് നമുക്ക് അഴിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനെ മൾട്ടിപവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എഡ്ജ് ബാൻഡിങ് ആ ഒരു മെഷീനറിസ് ഉപയോഗിക്കാൻ മറ്റേ ലിപ്പിംഗ് എന്ന് പറയുന്ന സംഗതി അല്ലേ? ആധുനികമായിട്ടുള്ള എല്ലാ മെഷീനറിസിനെ കുറിച്ചുള്ള ധാരണയും അതിനെ കുറിച്ചിട്ടുള്ള അറിവും അത് പ്രായോഗിക തലത്തിൽ എങ്ങനെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ പഠിക്കാൻ പറ്റും. ഇതാണ് ലിപ്പിംഗ് മെഷീൻ അല്ലേ? അത് ലിപ്പിംഗ് മെഷീൻ. ലിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഈ എഡ്ജ് ബാൻഡ് ചെയ്യുന്ന ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് ലിപ്പിംഗ്. അത് നമ്മൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിലൂടെ വെള്ളം കയറൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് മോയ്സ്ചർ കയറി ഇറങ്ങിയിട്ട് നമുക്ക് അതില് പിന്നീട് അത് ബുദ്ധിമുട്ടാവും. ഇത് ഓട്ടോമാറ്റിക് എഡ്ജ് ബാൻഡ് മെഷീനാണ്. ഇതിൽ 11 പ്രോസസ്സാണ് പൊതുവെ നടക്കുന്നത്. 11 പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും? ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ബോർഡ് കട്ട് ചെയ്യുന്ന മെഷീനാണ്. പ്ലൈവുഡ് ബോർഡുകളൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷർമെന്റ് വ്യത്യാസം വരില്ല. എത്ര ബോർഡ് വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ ആണ്. മൂവ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്ന് വെച്ചാല് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ ഇതിൽ നിൽക്കുന്നത്. ഇപ്പോ ഇവര് ഒരു മാസം 1 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒരാഴ്ചയില് ഇതിന്റെ മെയിൻ ആളുകൾ 1 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കുന്ന അത്രയും വർക്കാണ് ഇത്. അവര് എക്സ്പെർട്ട് ആളുകളാണ്. പക്ഷെ എന്നാലും അവരുടെ കീഴിലെ ആളുകൾ 5-6 ആളുകൾ വെച്ചിട്ട് അവര് വർക്ക് എടുത്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് 50 ടണ്ണാണ് ഇത് വരിക ഈ കോൾഡ് പ്രസ്. അപ്പൊ കോൾഡ് പ്രസ് താത്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. നമ്മുടെ ഈ ലാമിനേഷൻ ഒട്ടിക്കാൻ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ പ്രസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സാധാരണ ഇത് പണ്ട് ചെയ്തിരുന്നത് കാർപ്പന്റേഴ്സ് ഇതിന്റെ മുകളില് ആളുകൾ കൈകൊണ്ട് ഇങ്ങനെ കുത്തി അങ്ങനെയാണ് അത് ഒട്ടിച്ചേരുന്നത്. അത് പിന്നീട് പൊളിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ പൊളിഞ്ഞു പോരില്ല. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിപ്പോ എത്ര സമയം വെക്കും? ഇത് 6 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കഴിഞ്ഞു. സ്ക്രാച്ച് ആവുന്നില്ല. ഇത് ആ വെയിറ്റ് കൊണ്ടാണ്, ഇതിന്റെ ഈ ഹൈഡ്രോളിക്കിന്റെ വെയിറ്റ് കൊണ്ടാണ് കറക്റ്റ് ഇതായിട്ടിരിക്കും. അത് കഴിഞ്ഞ് അവരെടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ലിപ്പ് ചെയ്ത് പിന്നെ അതിൽ പോയിട്ട് ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് കംപ്ലീറ്റ് പിന്നെ ഇവിടെ വന്നിട്ട് ഫിക്സ് ചെയ്ത് ഫർണിച്ചർ ആക്കാം. ഏകദേശം അറിയാം. സ്കില്ലൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചത്? അപ്പൊ ഇത് FFSC നമ്മള് കേരളത്തിൽ അവർ ആദ്യമായിട്ട് സ്കില്ലാക്കാതെ FSSC എന്ന് വെച്ചാൽ ഫർണിച്ചർ ഫിറ്റിംഗ് സ്കിൽ കൗൺസിൽ. അപ്പൊ അവര് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ സ്പേസ് കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അന്നത്തെ ആ സമയത്ത്. അപ്പൊ ഐഫൈനൊരു സ്പേസ് കൊടുത്തു. അതിന് കുറെ സപ്പോർട്ടുകൾ ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കൗൺസിലിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ഇന്റീരിയർ വർക്കേഴ്സ്, ഇന്റീരിയർ കമ്പനികളുണ്ട്. ഒരു 30ഓളം കമ്പനികൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചിറങ്ങി കഴിഞ്ഞ ഇവിടെ തന്നെ ജോലി കിട്ടും. അപ്പൊ 30 കമ്പനികളിൽ സപ്പോർട്ടാ. മാത്രമല്ല 30 കമ്പനികളിൽ അവർ ആളെ വിട്ട് ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇന്റീരിയർ കമ്പനി തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊരാളുണ്ട്, അവർക്ക് എന്ത് പഠിപ്പായിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞോട്ടെ, PG കഴിഞ്ഞോട്ടെ, ഫർണിച്ചർ ഇൻഡസ്ട്രിയിലേക്ക് വരണമെങ്കിൽ ഈ 3 മാസം ഈ ഒരു സംഗതി അയാൾക്ക് അറിയാൻ പറ്റും. എന്താണ് ഏതാണ് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളുടെ ചാനലിൽ നിന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ 5 പൈസ ചെലവില്ല നിങ്ങൾക്ക് പഠിക്കാം. ഗോയിൻ ബ്ലാക്ക് ടീ കണ്ടു വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നേരെ വന്നാൽ മതി, ജോയിൻ ചെയ്താൽ മതി. 90 ദിവസം കൊണ്ട് നിങ്ങൾ അത്യാവശ്യം സ്കില്ലുള്ള ഫർണിച്ചർ ഫിറ്റിംഗ് സ്കില്ലുള്ള ഒരാളായിട്ട് മാറ്റും വിത്ത് സർട്ടിഫിക്കറ്റ്സ്. എവിടെ ഏത് ഫാക്ടറി കൊണ്ടുകൊടുത്താലും നിങ്ങൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. ഒരു അത്യാവശ്യം സ്കില്ലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 30 മുതൽ 50,000 രൂപ വരെ മാസം ഉണ്ടാക്കാം. ഒരു സംശയമില്ല. 15,000 ഉറപ്പാണ്. അപ്രന്റീസ് ആയിട്ട് ട്രെയിനി ആയിട്ട് കയറി കഴിഞ്ഞാലുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ജീവിതം മാറാവുന്ന ഒരു ട്രെയിനിങ് തന്നെയാണ്. എത്ര മണി മുതൽ എത്ര മണി വരെ? അത് 10 to 4 മണി വരെ. 10 മണി മുതൽ 4 മണി വരെ ക്ലാസ് വരുന്നത്. ഇപ്പൊ ഇതൊക്കെ ഇവര് ഉണ്ടാക്കിയതാണ് അല്ലേ? അതെ അതെ. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ ഇതൊക്കെ ഒരു കസ്റ്റമൈസേഷൻ ആണ്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പൊ ഈ ഹൈറ്റ് ഉള്ളതാണ് കൂടുതൽ ട്രെൻഡ്. 8 feet ഹൈറ്റ് ഉള്ള മോഡലുകളെ കൂടുതൽ പോണത്. അത് ചേർത്ത് വെച്ച അലമാര ഫുള്ളായിട്ടാണ്. അതുപോലെ ഈ ഒരു വാർഡ്രോബിന്റെ ഡിസൈൻ ഇതൊക്കെ ടച്ച് ചെയ്താല് ഗ്ലാസിന്റെ ഉള്ളിൽ ലൈറ്റ്സ് കത്തുന്ന മോഡലുകളാണ്. ഇങ്ങനത്തെ സ്കിന്നുകൾ. ഇതില് കുറെ ഇന്നോവേഷൻ ഉണ്ട് അല്ലേ? പുതിയ നല്ല മോഡലുകൾ വരുന്നുണ്ട്. അപ്പൊ R&D ആരാ നടത്തുന്നത്? ഫൈസലാണോ അതോ? അല്ല, ബോധമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. R&Dക്ക് നമ്മുടെ പ്രസാദ് ഉണ്ട്, ആൽബർട്ട് ഉണ്ട്, റഫീഖ് ഉണ്ട്, ശ്രീരാഗ് ഉണ്ട്. ഇഷ്ടംപോലെ ആളുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ഇതാണ് റഫീഖ്. R&Dയുടെ ഒരാൾ ഇവിടെ മിഥുനുണ്ട്. മൂപ്പരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉണ്ടായില്ലേ? ഇല്ല, പേര് രാഹുൽ ഡിസൈനർ ആണ്. ഓഫീസ് ചെയറിന്റെ ഒരു യൂണിറ്റ് ഉണ്ട് ഇപ്പുറത്ത് തന്നെ, അത് കാണാം. ഇതിപ്പോ നിങ്ങള് പണിതതാണോ ബിൽഡിംഗ്? അല്ല, അങ്ങനെ വാങ്ങിയത്. നമ്മള് സാറ, ഇറ്റലിയില്, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. അവിടെ പോയി കഴിഞ്ഞാല് സാറ 2 ആഴ്ച കൊണ്ട് പുതിയ ഫാസ്റ്റ് ഫാഷൻ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത്. സെൻട്രലൈസ്ഡ് ആണ് അവരുടെ പ്രൊഡക്ഷൻ. അവിടെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഒരു സ്ഥലത്ത്, എക്സിക്യൂട്ടീവ്സ് താമസിക്കുന്നത് ഇവിടെ, R&D ഇവിടെ, ഡിസൈനിങ് ഇവിടെ, കംപ്ലീറ്റ് സാറയാണ് അവിടെ. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ ഇതാണ് നിങ്ങളുടെ ബ്രാൻഡ് റെഡിഫിക്. അത് ഈ B2B ബ്രാൻഡാണ്. നമ്മുടെ ഷോറൂമുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഐഫ അടക്കമുള്ള എല്ലാ ഷോറൂമുകളിലും ഈ പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കുകൾ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് വർക്ക് സ്റ്റേഷനുകൾ അങ്ങനെ ബന്ധപ്പെട്ട വർക്കുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഓഫീസിന്റെ മൊത്തം ഇന്റീരിയർ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതായി ഈ മോൾഡഡ് ഫോം വെച്ചിട്ടാണ് കൂടുതൽ പോകുന്നത്. അവിടെയൊക്കെ ഇരിക്കണമൊക്കെ തന്നെയാണ്. ഇത് മോൾഡഡ് ഫോം ആണ്. പണ്ടത്തെ പോലെ കട്ടായിട്ടുള്ള അദ്ദേഹമാണോ ഇതിന്റെ മെയിൻ ആള്? രവിയേട്ടനാണ് മെയിൻ ആയിട്ട് ഇതിന്റെ മുദീർ. ഹലോ, ഹായ്. രവിയേട്ടൻ ഇങ്ങനെ ദിവസം പ്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോർമൽ ചെയറുകൾ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്, അല്ലാത്ത കുറച്ചുകൂടി ഹെവി നമ്മൾ അപ്പുറത്ത് കാണാം. അത് ഇമ്പോർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി പ്രൈസ് കൂടുതലുള്ള ഒരു. അപ്പോൾ ഇതാണ് ഫാക്ടറി കാര്യങ്ങള്, ഡീറ്റെയിൽസ് കാര്യങ്ങള്. ഇനി നമ്മൾ ഫൈസലിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഫൈസലിന്റെ കൂടെയുള്ളവര്, ഭാര്യ, കുട്ടികള്, അച്ഛൻ, അമ്മ, അവരെയൊക്കെ നമുക്ക് കാണാം, വീട് കാണാം. ശരിക്ക് ജീവിക്കണം, മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് ഈ നമ്പറിൽ വിളിക്കുക. അല്ലാത്തവർ വിളിക്കണ്ട. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു.